അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയും ഓർമ്മിച്ച് ഓരോ കർമ്മങ്ങളും അധികരിപ്പിക്കുക, സ്വലാത്ത് അധികരിപ്പിക്കുക, കഹഫ് പാരായണം ചെയ്യുക, ഓരോ സമയവും പ്രാർത്ഥനകളിൽ കൂടുതൽ അധികരിപ്പിക്കുക, സദക്കകളും മറ്റും അധികരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ ദുനിയാവ് എന്ന് പറയുന്നത് നമ്മളെ ജീവിതം നിലനിർത്താനുള്ള ഒരു ലോകമല്ല, ജീവൻ പോകുന്നൊരു ലോകമാണല്ലേ. നമ്മളെ ജീവൻ നിലനിൽക്കുന്ന ലോകം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. നമ്മുടെ ഉള്ള ഈ ഒരു ജീവൻ അത് നമ്മിൽ നിന്നും വിട്ടുപിരിയുന്നതിന് മുമ്പായിട്ട് എന്നെന്നും നിലനിൽക്കുന്ന ലോകത്തേക്ക് സമ്പാദിക്കുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ, റബ്ബ് നമ്മെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നവനാണെന്നുള്ള ആ ഒരു ചിന്ത അത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അപ്പോൾ മാത്രമേ ഒരാൾക്ക് അള്ളാഹുവിനെ കൃത്യമായി അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കുറയുമ്പോൾ നമ്മുടെ തഖ്വയും കുറയും. എല്ലാ സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ, ഓർമ്മയിൽ കഴിഞ്ഞുകൂടാൻ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കൂട്ടുകാർ നമുക്ക് വലിയൊരു സമ്പാദ്യമാണ്. നാളെ പരലോകത്തും നമുക്ക് അത് വലിയ ഉപകാരമായിരിക്കും. കണ്ടുമുട്ടിയാൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, കാണാത്ത സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സച്ചരിതരായ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുക. ഏതൊരുവന്റെ പ്രവർത്തനങ്ങളാണോ നിന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പ്രേരിപ്പിക്കുന്നത്, അവൻ നിനക്ക് നല്ലൊരു കൂട്ടുകാരനാണെന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന നല്ലൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക. റബ്ബിനെ ഓർത്തുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.